Hello, welcome to Lifestyle Malayalam. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുന്നത് വെസ്റ്റ്സൈഡിന്റെ രണ്ട് പെർഫ്യൂംസ് ആണ്. ടാറ്റ വെസ്റ്റ്സൈഡ്. ഞാൻ അധികം പറയേണ്ട കാര്യമില്ല. മുമ്പ് ഞാനൊരു പെർഫ്യൂം ചെയ്തിട്ടുണ്ട്. വെസ്റ്റ്സൈഡിന്റെ സ്റ്റുഡിയോ വെസ്റ്റ് സോൾ എന്ന പെർഫ്യൂം. സോ ഇത് വെസ്റ്റ്സൈഡിന്റെ തന്നെ 1 Night in Goa, 1 Night in Bali. ഈ രണ്ട് പെർഫ്യൂംസ് ആണ്. ജസ്റ്റ് ഇനീഷ്യൽ ഇംപ്രഷൻ മാത്രം പറയാം. ഡീറ്റെയിൽഡ് റിവ്യൂ രണ്ടിന്റെയും ഞാൻ വേറെ ചെയ്യാം. ഇത് രണ്ടും വാങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇനിയിപ്പോൾ എക്സ്പയർ ആയി പോകും എന്നൊരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് 2022 വാങ്ങിച്ചതാണ്. 295 ആയിരുന്നു പ്രൈസ്. പക്ഷേ എനിക്കിത് 180 അങ്ങനെ എന്തോ ഒരു പ്രൈസിന് കിട്ടിയതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നതും ഇത് 295 ആണ്. പക്ഷേ ഇതന്ന് 200 അങ്ങനെ എന്തോ കിട്ടിയത്. ഇതൊരു 180 ലെവലിലും കിട്ടി. അങ്ങനെയാണ് തോന്നുന്നു പ്രൈസ്. അങ്ങനെ കുറച്ച് നാളായി വാങ്ങിയിട്ട്. ഇത് പ്രൈസ് കുറച്ച് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലൈനിൽ വാങ്ങിയതുകൊണ്ട് കിട്ടിയതാണ്. സ്റ്റുഡിയോ വെസ്റ്റ്സൈഡിൻ്റെ സൈറ്റിൽ നോക്കിയപ്പോൾ എന്തോ ഒരു ഇത് കണ്ടു. പിന്നെ നമ്മൾ റെഗുലറായിട്ട് സാധനം വാങ്ങിക്കുന്നതുകൊണ്ട് എന്തോ ഒരു നമ്പർ കൂപ്പൺ എന്തൊക്കെയോ തന്നു. അങ്ങനെയൊക്കെ കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തത് ഇതാണ്, ഗോവയാണ്. പിന്നെ ഇതാണ്. അപ്പോൾ ഇത് 25 ml പെർഫ്യൂംസ് ആണ്. ഇതൊന്നും കുറേ നാളായിട്ടാണ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഉള്ളിലത്തെ അവസ്ഥ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കണം. കാരണം മിക്ക പ്രോഡക്റ്റുകളും ഞാൻ തുറന്നു നോക്കുമ്പോൾ കുറച്ച് ഫംഗസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നല്ല ബോട്ടിൽ. ഈ വെസ്റ്റ്സൈഡിൻ്റെ പെർഫ്യൂംസ് എല്ലാം തന്നെ എന്താ പറയുക, നല്ല ടിപ്പിക്കൽ ഇന്ത്യൻ ബോട്ടിലാണ് അവർ സാധനങ്ങൾ ഇറക്കാറുള്ളത്. നമ്മൾ സാധാരണ കാണുന്ന പെർഫ്യൂംസ് ഒക്കെ വരുന്ന പോലെ തന്നെ. ഓക്കെ, ഇത് ഗോവ, നല്ല കളർ, ഗ്രീൻ കളറിൽ. അപ്പോൾ ഇതിൻ്റെ ഫ്രാഗ്രൻസ് നേരിട്ട് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഇത് നല്ല ഒരു ഫ്രഷ് ഗ്രീൻ ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇത്തിരി ഒരു സ്പൈസി ഗ്രീൻ അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള. എനിക്കിത് രണ്ട് പെർഫ്യൂംസിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഇത് കിട്ടിയ സമയത്ത് ഞാൻ എൻ്റെ മൈൻഡിലേക്ക് ഓടി. പെട്ടെന്ന് നമുക്ക് ഇത് ക്യാച്ച് ചെയ്യാവുക നമ്മുടെ ഡിയോർ ഫാരൻഹൈറ്റ് പെർഫ്യൂമിന്റെ ഒരു ഓപ്പണിംഗ് ആണ്. അതാണ് ഈ പെർഫ്യൂമിനുള്ള ഒരു സാധനം. പിന്നെ ഒന്ന് എവിടേക്കോ ആ ഒരു ഗ്രീൻ നോട്ട്സ് വരുമ്പോൾ നമുക്ക് ക്ലിനിക് ഹാപ്പിനെയും തോന്നുന്നുണ്ട്. ഇത് രണ്ടിൻ്റെയും കൂടി ചേർന്നിട്ടുള്ള ഒരു വൈബാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂമിൽ നിന്ന് കിട്ടുന്നത്. സോ അതാണ് ഗോവ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ വേറെ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് 1 Night in Bali. ഓക്കെ, ഇത് പിന്നെ ഞാൻ എവിടെ നിന്നൊക്കെയോ റിവ്യൂ കണ്ടിട്ട് എന്നാൽ പിന്നെ ഇതങ്ങ് വാങ്ങിയേക്കാം എന്ന് വെച്ചിട്ട് വാങ്ങിയ സാധനമാണ്. പുറത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഓക്കെ, എൻ്റെ ഫ്രണ്ട് കാണാമല്ലോ. ഓക്കെ, ഇവിടെയാണ് പേര് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പേര് കാണുമെന്ന് അറിയില്ല. ഓക്കെ, ഇവിടെ ബാലി എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ക്യാപ്പ് പ്ലാസ്റ്റിക് ആട്ടോ. അത് ഇനി വുഡനാണെന്നൊന്നും ആരും കരുതരുത്. സാധാരണ പ്ലാസ്റ്റിക് ക്യാപ്പ് തന്നെയാണ്. എങ്ങനെയാണ് ബോട്ടിലുള്ളത്. അറ്റമൈസർ നല്ലതാണ്. ഇത് ഫ്രാഗ്രൻസ് പെട്ടെന്ന് നമുക്ക് അറിയുന്നതാണ്. ഇത് ബ്ലൂഡി ഷനൈലിൻ്റെ ക്ലോണാണ്. ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും എത്രത്തോളം സിമിലർ ആണെന്നുള്ളത്. ഇത് വളരെ സിമിലറാണ് ബ്ലൂഡി ഷനൈലായിട്ട്. ബ്ലൂഡി ഷനൈലിൻ്റെ ആ ഒരു നട്ട്മഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ശരിക്കും നല്ലൊരു ക്ലോണ് ബ്ലൂഡി ഷനൈലിൻ്റെ. പക്ഷേ നമ്മുടെ അർമാഫിൻ്റെ ടാഗ് ഹിമോ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, എക്സ്ട്രീമായിട്ട് ഇത് നമുക്കൊരു ഒരു ഫീല് തരില്ല ബ്ലൂഡി ഷനൈൽ എന്നുള്ള. അത്രയും വലിയൊരു ഫീല് ഇതിൽ കുറവാണ്. കുറച്ചൊരു ഫ്രഷ്നെസ് ഇതിൽ കൂടുതലുണ്ട്. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ റിവ്യൂ ചെയ്യാം. കൂടുതലായിട്ട് അങ്ങനെ ഡീറ്റെയിൽ പോകുന്നില്ല. ഓരോന്നോരോന്നായിട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇനി ഇത് എത്രത്തോളം പെർഫോം ചെയ്യും എന്ന് ചോദിച്ചാൽ, ഈ സാധനം നമുക്കൊരു 45 minutes to 1 hour വരെ പ്രൊജക്റ്റ് ചെയ്തിട്ട് മാക്സിമം ഒരു 2 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണെങ്കിൽ ഒരു 1.5 hours വരെ പ്രൊജക്റ്റ് ചെയ്തിട്ട് 3 hours വരെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് കിട്ടിയ പെർഫോമൻസ്. അപ്പോൾ ഇനി ഇത് കൂടുതൽ ഒക്കേഷനുകൾക്ക് യൂസ് ചെയ്താലേ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു എക്സാക്റ്റ് ആയിട്ട് ഇത് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ വേറെ ചെയ്യാം. ഇതെന്തുകൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് എടുത്ത് ചെയ്തത് വെച്ചാൽ, പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ വെസ്റ്റ്സൈഡിലെ പെർഫ്യൂംസ് പരിചയപ്പെടുത്തുക എന്നുള്ളത്. വെസ്റ്റ്സൈഡിൽ കുറേ പെർഫ്യൂംസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെസ്റ്റ്സൈഡിൽ പോയിട്ട് ഞാൻ അങ്ങനെ ഓരോന്ന് അപ്ലൈ ചെയ്ത് പോരും. കാരണം എനിക്ക് അവരുടെ ആ ബോക്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നാറുണ്ട്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ വെസ്റ്റ്സൈഡ് കുറച്ചും കൂടിയും അവരുടെ ഒരു ഗ്രേഡ് ഒരിത്തിരി കൂട്ടിയിട്ടുണ്ട്. നേരത്തെ വെസ്റ്റ്സൈഡ് പറയുമ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്താ പറയുക ഒരു ഔട്ട്ലെറ്റ് ആയിരുന്നു. പിന്നീട് ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് അവർ സുഡിയോനെ കൊണ്ടുവന്നിട്ട്
വെസ്റ്റ് സൈഡിനെ ഒരു ഇത്തിരി മേലോട്ട് പ്രൈസ് ഒന്ന് കൂട്ടി പിടിച്ചു. കാരണം വെസ്റ്റ് സൈഡിൽ ഫസ്റ്റിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 2012 ആ ഒരു സമയത്തൊക്കെ വെസ്റ്റ് സൈഡിൽ നമുക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതേപോലെ എന്താ പറയുക മറ്റുള്ള സ്റ്റേഷനറി സാധനങ്ങൾ, പിന്നെ ചോക്ലേറ്റ്സ്, ഇങ്ങനത്തെ ഫിഷ്, ഇതൊക്കെ കിട്ടുമായിരുന്നു. ഞാൻ ബാംഗ്ലൂരിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ നാട്ടിൽ വെസ്റ്റ് സൈഡ് ഒന്നും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരൊക്കെ വെസ്റ്റ് സൈഡിൽ പോയാൽ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സംഭവമായിരുന്നു വെസ്റ്റ് സൈഡ്. അതിൽ താഴത്തെ ഫ്ലോറിൽ ഡ്രസ്സ് ഉണ്ടാവും, പിന്നെ മേലത്തെ ഫ്ലോറിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് അവര് ആ സെക്ഷൻ ഇങ്ങനെ ഈ ഗവൺമെന്റ് സെക്ഷനൊക്കെ ഓരോന്നോരോന്നായിട്ട് ഒഴിവാക്കി കൊണ്ടുവന്നിട്ട് പിന്നെ ഡ്രസ്സിലേക്ക് മാത്രമായിട്ട് മാറിയിരുന്നു. ഓക്കെ, അന്ന് പക്ഷേ പെർഫ്യൂംസ് ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഫെറാറിന്റെ പെർഫ്യൂംസ്, ടോമിന്റെ പെർഫ്യൂംസ് ഒക്കെ അവരുടെ ഔട്ട്ലെറ്റ്സിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരുടെ ഓൺ ബ്രാൻഡിൽ ആണ് പ്രൊഡക്റ്റുകൾ വരുന്നത്. അപ്പോൾ എന്തായാലും ഇതിനൊക്കെ ഡീറ്റെയിൽഡ് റിവ്യൂസ് ഞാൻ വേറെ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.